എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും പറയാറുണ്ട്, ഈ തലമുറ നന്നാവാൻ പോകുന്നില്ല. നാം പല വേദികളിലും പല വീടുകളിലും സമൂഹത്തിലുമൊക്കെ കാലങ്ങളായി കേട്ടുപോരുന്ന ഒരു പതിവ് പല്ലവിയാണ് ഇത്. ഏത് തലമുറയെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓൾഡ് ജനറേഷനിലുള്ള ആളുകൾ ന്യൂ ജനറേഷനിൽ ഉള്ളവരെ പറ്റി പറയുന്ന ഒരു പരാതിയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരാതിക്ക് എന്താണ് അടിസ്ഥാനം? ഇങ്ങനൊരു പരാതിക്ക് അടിസ്ഥാനമാകുന്നത് വ്യക്തികൾ തമ്മിൽ, തലമുറകൾ തമ്മിൽ ഉള്ള പൊരുത്തക്കേടാണ്. ചില കാര്യങ്ങളിൽ പലപ്പോഴും ഒന്നാം തലമുറയ്ക്കും രണ്ടാം തലമുറയ്ക്കും മൂന്നാം തലമുറയ്ക്കും തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. സാധാരണയായി നമ്മുടെയൊക്കെ വീടുകളിലെ, ഭാരതീയ കുടുംബ വ്യവസ്ഥയിലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ 3 തലമുറയിൽപ്പെട്ട ആളുകളാണ് ഉള്ളത്. മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങിയ 1-ാം തലമുറ, അച്ഛനും അമ്മയും അടങ്ങിയ 2-ാം തലമുറ, കൊച്ചുമക്കൾ അടങ്ങിയ ന്യൂ ജൻ എന്ന് പറയുന്ന 3rd ജനറേഷൻ അല്ലെങ്കിൽ 3-ാം തലമുറ. എന്തുകൊണ്ടാണ് ഇവർക്കിടയിൽ പൊരുത്തം കുറഞ്ഞു പോകുന്നത്? ഇവരുടെ ഇടയിൽ അഭിപ്രായ ഐക്യമുണ്ടാവാതിരിക്കുന്നത്? ചില കാര്യങ്ങളിൽ ഇവരുടെ വീക്ഷണം, ഇവരുടെ കാഴ്ചപ്പാട്, നിലപാടുകൾ അതൊക്കെ വ്യത്യസ്തമായി പോകുമ്പോഴാണ് അവർ ഇങ്ങനെ പറയുന്നത്, ഈ തലമുറ നന്നാവാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ആ ഒരു വാചകത്തിലേക്ക് നാം ഒന്ന് കടന്ന് പരിശോധിച്ചാൽ ഏത് തലമുറയെപ്പറ്റിയാണ് ഇങ്ങനെ ഇവർ പറയുന്നത്? വീടുകളിലെ എല്ലാ കാലത്തും ഈ 3 തലമുറയിലും ഉൾപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഓൾഡ് ജനറേഷനുണ്ട്, ന്യൂ ജനറേഷനുമുണ്ട്, അതിനിടയ്ക്കുള്ള ഒരു തലമുറയുമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ സമന്വയമില്ലാതെയാകുന്നത്, അഭിപ്രായ ഐക്യമില്ലാതെയാവുന്നത് ഏത് വിഷയങ്ങളിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി സമൂഹത്തിൽ നിലനിൽക്കുന്നത്. തലമുറകളുടെ വിടവ് എന്ന് പറയുന്ന ജനറേഷൻ ഗ്യാപ്പ്, അത് ഭാരതീയമായ ഒരു കൺസെപ്റ്റ് അല്ല. അത് തികച്ചും വൈദേശികമാണ്, അല്ലെങ്കിൽ പാശ്ചാത്യൻ്റെ കുടുംബസങ്കല്പത്തിൽ മാത്രമാണ് അത് ഉൾപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഭാരതീയമായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു കുടുംബത്തിലുള്ള വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട ആളുകൾ പോലും ആ വീട്ടിലെ അനിവാര്യ ഘടകങ്ങൾ തന്നെയാണ്. ഒന്ന് മറ്റൊന്നിന് പൂരകമായി വർത്തിക്കുന്നവയാണ്. വ്യത്യസ്ത തലമുറകളിൽപ്പെട്ടവർ പരസ്പര പൂരകമായി ജീവിക്കുമ്പോൾ അവിടെ തലമുറകളുടെ ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല, തലമുറകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നില്ല. മുത്തച്ഛനും മുത്തശ്ശിയും കൊച്ചുമക്കളും എല്ലാം അടങ്ങിയ ഒരു കുടുംബം, അവര് ഓരോരുത്തരും ആ കുടുംബത്തിൻ്റെ അനിഷേധ്യമായ ഭാഗങ്ങൾ തന്നെയാണ്. തലമുറകൾ പരസ്പരം കെട്ടുറപ്പോടെ ഒരു വീട്ടിൽ ജീവിച്ചു പോകുന്നത് അവർ തമ്മിലുള്ള നന്മയും സ്നേഹഭാവവും കരുതലും ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും. ഇന്ന് ന്യൂ ജൻ ആയിട്ടുള്ള ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ അവർ ഓൾഡ് ജനറേഷനായി മാറും, പഴഞ്ചൻ തലമുറയായി മാറും. അന്ന് അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ആ പഴഞ്ചൻ ചിന്തയിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിലാണ് അവർ പറയുക, പുതിയ തലമുറയെ നോക്കിയിട്ട് ഇവർ നന്നാവാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ വീക്ഷണം അതൊക്കെ മാറുന്ന ലോകത്തിനനുസരിച്ച് മാറ്റാനും സ്വയം മാറാനും സ്വയം ഉൾക്കൊള്ളാനും നാം തയ്യാറാവണം. വ്യത്യസ്ത തലമുറകളുടെ ജീവിതക്രമങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് അവരെ അംഗീകരിക്കാനും നാം തയ്യാറാവുകയാണെങ്കിൽ നാം പറയും എല്ലാ തലമുറയും നന്നാകും. അതുകൊണ്ട് ഒരു തലമുറ വേറൊരു തലമുറയ്ക്ക് വിപരീതമല്ല, എതിരല്ല, പരസ്പര പൂരകമായി മാറുക മാത്രമാണ് വേണ്ടത്. കുടുംബങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന അലോസരം, കുടുംബങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം, അതൊക്കെ കുറയ്ക്കുന്നതിന് തലമുറകൾ തമ്മിലുള്ള അന്തരം കൂടാതെ നോക്കുക. തലമുറകൾ ഒന്ന് മറ്റൊന്നിന് പൂരകമായി സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെ തലമുറകളുടെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് അതുണ്ടാവുന്നില്ല. അങ്ങനെ പരസ്പര ഐക്യത്തോടുകൂടി
ജീവിച്ചാൽ നാം പറയും എല്ലാ തലമുറയും നന്നാകും. കാരണം വീണ്ടും വീണ്ടും തലമുറകൾ പുനരാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയെന്നോ പഴയ തലമുറയെന്നോ ഒന്നും പറയുന്നതിൽ വലിയ വ്യത്യാസമല്ല. എല്ലാം സൈക്ലിക്കലായി ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമാണ്. അതുകൊണ്ട് എല്ലാ തലമുറയും നന്നാവുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.